പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കേരളത്തിലെ ഈ ജനങ്ങളോട് സാറിന് കൊടുക്കാനുള്ള ഒരു ഹോണസ്റ്റ് മെസ്സേജ് എന്താണ്? അല്ല, ഞാൻ ഇതിൽ ആ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ്. കാരണം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തീർച്ചയായിട്ടും പറയണത് എന്താ, നിങ്ങൾ LDF വിജയിപ്പിക്കുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ. പക്ഷെ അതിലുപരി ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓരോ കാൻഡിഡേറ്റിനും വിലയിരുത്തുക. കാരണം വെറുതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ട് പോയിരുന്നുകൊണ്ടൊന്നും ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. കഴിവുള്ള നല്ല കാഴ്ചപ്പാടുള്ള കേരളത്തെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഐക്യ കേരളം ഐശ്വര്യ കേരളമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുന്ന കാഴ്ചപ്പാടുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കലാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ വോട്ടിൻ്റെതൊക്കെ ഇന്നും ആ രാഷ്ട്രീയപരമായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ രാഷ്ട്രീയപരമായിട്ട് പോകുമ്പോഴും അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ എന്തെങ്കിലും വാചകടിച്ച് എന്തെങ്കിലും പറഞ്ഞ് വലിയ ഈ എന്താ പറയുക കഴിവുള്ളവരാണെന്ന് കാണിക്കുന്ന ഈ പാഴ്വാക്കുകൾ ചെയ്യുന്ന അത്തരം ആളുകളെ, റീൽസിന്റെ കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇന്ന് റീൽസും അവരെല്ലാം എടുക്കേണ്ടത് അതെ റിയൽ ആയിട്ടുള്ള, മനസ്സിലായോ? പലതും പറയാൻ കഴിവുള്ളവർ പലരും ഉണ്ട്. പക്ഷേ ആ പറയുന്നതെല്ലാം പൊളിയാണ്, പാഴ്വാക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ആളുകളെ, ഇത് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. സംശുദ്ധം എന്ന് പറയുമ്പോൾ അതിന് ഒട്ടനവധി മാനങ്ങളുണ്ട്, മനസ്സിലായോ? അത് താങ്കളെപ്പോഴും പറയാറുണ്ട്, അവരുടെ പ്രവർത്തന ശൈലി, അതെ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ജീവിത ശൈലി, ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ, അവരുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ അവിടെ ഒപ്പം നിൽക്കുന്നു. അത് വെറുതെ ഒപ്പം എന്ന് പറയലില്ല, ഒപ്പം നിൽക്കുന്നു, അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതെല്ലാം ഉള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും വിളിക്കുന്ന കല്യാണങ്ങൾക്കെല്ലാം പോലോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന അവരെയല്ല തിരഞ്ഞെടുക്കേണ്ടത്. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഐക്യ കേരളം ഐശ്വര്യ കേരളം സൃഷ്ടിക്കുന്നതിന് കഴിവുള്ള ആളുകളെയാണ് തിരഞ്ഞെടുത്ത് അയക്കേണ്ടതെന്നാണ് അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി. വളരെ നന്ദി.